വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 18ാമത്തെ ചാപ്റ്ററിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യാം, എങ്ങനെ അനലൈസ് ചെയ്യാം, അതേപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മളെ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കണം, എത്രത്തോളം എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഡൈവേഴ്സിഫൈ ആക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു അല്ലേ. ഈ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ പല ആൾക്കാർക്കും ഇതൊരു ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല എന്ന് വരാം. അങ്ങനെയുള്ളവർക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പറ്റുന്ന രണ്ട് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ആണ്. ഒന്ന് ETF, രണ്ടാമത്തത് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ETFകളെ കുറിച്ച്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളെ കുറിച്ച് കണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അതേപോലെ നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഫണ്ട്. ഇനി എന്താണ് ETF എന്ന് നമുക്ക് നോക്കാം. An exchange traded fund is a collection of marketable securities that track an underlying index. നമുക്കറിയാം ഇൻഡെക്സ് നിഫ്റ്റി 50 എന്നുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻഡെക്സ് ആണ്, മെയിൻ ഇൻഡെക്സ് ആണ്. എങ്കിൽ അതിൽ തന്നെ നമുക്ക് സെക്ടർ ഇൻഡെക്സുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് IT ഇൻഡെക്സ്, അതേപോലെ തന്നെ ഫാർമ ഇൻഡെക്സ്, ഓട്ടോ ഇൻഡെക്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ്, അങ്ങനെയുള്ള ഇൻഡെക്സുകൾ, ഒത്തിരി ഇൻഡെക്സുകൾ വരുന്നുണ്ട്. ഈ ഇൻഡെക്സുകൾ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ആ ഇൻഡെക്സുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ആ ഒരു സെക്ടറിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ IT മേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികളും തന്നെ IT ഇൻഡെക്സിലാണ്, IT സെക്ടറൽ ഇൻഡെക്സിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഓട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും തന്നെ ഓട്ടോ ഇൻഡെക്സിലാണ് വരുന്നത് അല്ലെ. ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഫാർമ ഇൻഡെക്സിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഇൻഡെക്സുകളെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടാണ് ഈ ETF വരുന്നത്. കൂടാതെ നിഫ്റ്റി 50യും അണ്ടർലൈൻ അസറ്റ് ആയിട്ട് ETF വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊമോഡിറ്റീസിന് സിൽവർ, ഗോൾഡിന് ഒക്കെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് ETF വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബോണ്ടുകൾ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് ETF വരുന്നുണ്ട്. An ETF is a collection of securities such as stocks, bonds, commodities, or a basket of assets like an index fund. It combines the features of different investment options such as mutual fund and stocks. അപ്പം നമ്മൾ പറഞ്ഞു, കാരണം ബോൺസിൽ, കോമോഡിറ്റീസിൽ, അങ്ങനെയുള്ള ഇതിനൊക്കെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് നമ്മൾ ETF വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം കുറച്ച് ETF. ഏതൊക്കെയാണ് കുറച്ച് ETF എന്നുള്ളത്? നമ്മൾ ഇന്ത്യയിൽ തന്നെ ലിസ്റ്റ് ഓഫ് 15 ബെസ്റ്റ് ETFs ഇൻ ഇന്ത്യ. നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി 50 ബീസ്. ഇത് നിഫ്റ്റി 50നെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിപ്പോൺ ഇന്ത്യയുടെ ഒരു ETF ആണ്. നിപ്പോൺ ഇന്ത്യ ETF PSU ബാങ്ക് ബീസ്. ഇത് PSU ബാങ്ക് ബീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിപ്പോൺ കമ്പനിയുടെ ETF ആണ്. ഭാരത് 22, UTI S&P BSE സെൻസെക്സ് ETF, നിപ്പോൺ ഇന്ത്യ ETF ഗോൾഡ് ബീസ്. ഇത് ഗോൾഡിനെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട്, ഗോൾഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ETF ആണിത്. ഇതിന്റെ അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് ആണ്. നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി ബാങ്ക് ബേസ്, ഇത് ബാങ്ക് സെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. HDFC നിഫ്റ്റി 50 വാല്യൂ 20 ETF, ഇൻവെസ്കോ ഇന്ത്യ ഗോൾഡ് ETF, ഇത് ഗോൾഡിനെ ബേസ് ചെയ്തിട്ടാണ്. നിപ്പോൺ ഇന്ത്യ സിൽവർ ETF, ഇത് സിൽവറിനെയാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. അണ്ടർലൈങ് അസറ്റ് ആയിട്ട് സിൽവർ ആണ്. കോട്ടക് നിഫ്റ്റി PSU ബാങ്ക് ബേസ്, ഇത് PSU ബാങ്ക് സെക്ടറാണ് ഇതിന്റെ അണ്ടർലൈങ് അസറ്റ് വരുന്നത്. HDFC നിഫ്റ്റി 100 ലോ വോളറ്റിലിറ്റി 30 ETF, ഭാരത് ബോണ്ട് ETF ഏപ്രിൽ 2030, ഇത് ബോണ്ടാണ് ഇതിന്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത്. ഭാരത് ബോണ്ട് ETF ഏപ്രിൽ 2031, ICICI Prudential നിഫ്റ്റി മിഡ് ക്യാപ് 120 ETF. അപ്പൊ നിങ്ങൾ ഏകദേശം കുറച്ച് ETFകളെ കുറിച്ച് ഇങ്ങോട്ടുള്ള ഒരു ഇത് കിട്ടി. അപ്പം ഇനി വീണ്ടും ഞാൻ തിരിച്ച് ETF തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50, നമുക്കറിയാം നിഫ്റ്റി 50നെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്ന ETF ആണ് നിപ്പോൺ കമ്പനിയുടെ ETF ആണ് നിഫ്റ്റി ബീസ്. ഇതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റി 50യുടെ ചാർട്ട് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെയാണ് ഈ നിഫ്റ്റി ബീസിന്റെ ചാർട്ട് പോവുക. കാരണം എന്താണ്?
ഈ നിഫ്റ്റി ബീസിൽ ഒരു യൂണിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50യിലുള്ള 50 കമ്പനികളിലോട്ടുമാണ് അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ടി സെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഐ ടി സെക്ടർ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ETF ആണ് ഐ ടി ബീസിന്റെ ഒരു യൂണിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇതൊന്നും വലിയ ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഖ്യകളൊന്നും അല്ല കേട്ടോ, ചെറിയ ചെറിയ സംഖ്യകൾ. എനിക്ക് തോന്നുന്നു ലെസ് ദാൻ നമുക്കൊരു 50 രൂപന്റെ ഒക്കെ മുകളിലോട്ട് ഒരു 200-250 രൂപന്റെ ഉള്ളിൽ ഒതുങ്ങുന്നുണ്ട് ഒട്ടുമിക്ക ETF-കളും. അപ്പം അതിൽ ഒരു യൂണിറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ IT സെക്ടറിലെ എല്ലാ കമ്പനികളിലോട്ടുമാണ് ഇത് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സെക്ടറിലെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിലെ 1, 2, 4 സ്റ്റോക്കുകൾ ഡൗൺ ആയാലും അത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ മറ്റേത് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന്റെ ബിസിനസ്, ഓർഡർ ബുക്ക്, ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അതൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്കാണ്. ആ ഒരു സ്റ്റോക്ക് എപ്പോഴും വീഴാം. അപ്പം അതിനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടേ നിൽക്കണം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ട്രാക്ക് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് ഓൾറെഡി ഒരുപാട് കമ്പനികളിലോട്ടാണ്. അതിൽ 1-2 കമ്പനി വീണാലും നമ്മൾ തോന്നുന്നില്ല. പിന്നെയുള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫണ്ട് മാനേജ്മെന്റ് തന്നെയുണ്ട്. അവർ ഓൾറെഡി അവർ ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഗോൾഡിന്റെ ഞാൻ പറയാം, ഒരു ഉദാഹരണം കൂടി പറയാം. ഗോൾഡ് ETF എങ്ങനെയാണ്? ഗോൾഡ് മാർക്കറ്റിലെ ഗോൾഡ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനാനുപാതികമായിട്ട് അതേപോലെ തന്നെയാണ് നമ്മളെ ഗോൾഡ് ETF മൂവ് ചെയ്യുക. അപ്പം ഇതിൽ നമുക്കുള്ളൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ കൊറോണയുടെ സമയത്ത് നിഫ്റ്റി 50 നല്ലവണ്ണം ക്രാഷ് ആയി. ആ സമയത്ത് തന്നെ നിഫ്റ്റി ക്രാഷ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കമ്പനിയും ക്രാഷ് ആകുമല്ലോ. അപ്പൊ ക്രാഷ് ആയി, നിഫ്റ്റി താഴെ വീണു. നിഫ്റ്റി വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോയി. പക്ഷെ അതോടൊപ്പം തന്നെ വീണതിൽ കുറച്ചൊക്കെ കമ്പനികൾ നിഫ്റ്റി കയറി പോകുന്നതോടൊപ്പം തന്നെ കയറിപ്പോയി. പക്ഷെ കുറച്ച് കമ്പനികൾ നിഫ്റ്റി വീണപ്പം അതും നിഫ്റ്റിയുടെ കൂടെ വീണു. നിഫ്റ്റി കയറി പോയപ്പോഴും അതിന് കയറി പോകാൻ കഴിഞ്ഞില്ല, അത് അവിടെ തന്നെ കിടന്നു. അപ്പം കഷ്ടകാലത്തിന് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകൾ ഒരു പക്ഷെ ഇതേപോലെ തന്നെ ക്രാഷിൽ അവിടെ വീണ് കിടന്നു, പിന്നെ അങ്ങോട്ട് റിക്കവറി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ലോസിൽ വരും. പക്ഷെ ഇങ്ങനെ ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ETF ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇൻഡെക്സ് കയറുന്നുണ്ടോ, റിക്കവർ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും റിക്കവറി ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതിന്റെ കുറച്ച് ഒരു 6 തിങ്സ് യു മസ്റ്റ് നോ അബൌട്ട് ETF. എന്നാൽ ഇത് ശരിക്കും ETF ബെനിഫിറ്റ്സ് ആണ്. ഈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈസിലി ഇൻവെസ്റ്റ് ഇൻ ETF ഫ്രം യുവർ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. പക്ഷെ സെയിം ടൈമിൽ നമ്മൾ ഒരു സ്റ്റോക്കിലല്ല, ഒരുപാട് സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. പക്ഷെ അത്രയും കാര്യം ആ ഒരുപാട് സ്റ്റോക്കിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അതേ ഒരു ഈസിയിൽ നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. ലോ എക്സ്പെൻസ് റേഷ്യോ ഡ്യൂ ടു പാസീവ് ഫണ്ട് മാനേജ്മെന്റ്. ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ഒരു ഫണ്ട് മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ വളരെ ഈ ഫണ്ട് മാനേജ്മെന്റിന് വളരെ ചെറിയ ഒരു എക്സ്പെൻസ് റേഷ്യോ മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോ മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ള ഈ ഫണ്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. റിട്ടേൺസ് എയിംസ് ടു പ്രൊവൈഡ് റിട്ടേൺസ് സിമിലർ ടു അണ്ടർലൈങ് കൊമോഡിറ്റി ഓർ ഇൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സെയിം അണ്ടർലൈങ് അസറ്റ് എങ്ങനെയാണോ നമുക്ക്, അല്ലെങ്കിൽ അണ്ടർലൈൻ അസറ്റിന്റെ റിട്ടേൺസ് എങ്ങനെയാണോ ആ സെയിം റിട്ടേൺസ് തന്നെ നമുക്ക് ഈ ഒരു ETF-കളും തരും. ആ ഒരു അണ്ടർലൈങ് അസറ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ETF-കളും തരും. മീൻസ് ഗോൾഡ് എത്രയാണോ റിട്ടേൺസ് തരുന്നത്, ഗോൾഡ് ETF-കളും ആ റിട്ടേൺസ് തന്നെ നമുക്ക് തരും. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഇല്ല എന്നല്ല, വളരെ ചെറിയ മൈനർ ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് AMC മീൻസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ ബേസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇതായിട്ട് പറഞ്ഞ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോന്റെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്ത് ചെറിയ മാറ്റങ്ങൾ വരും, എങ്കിലും മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നില്ല.
അടുത്തത് ലിക്വിഡിറ്റി. ETF ഹാവ് എനഫ് ലിക്വിഡിറ്റി ആൻഡ് ക്യാൻ ബി ട്രേഡഡ് ഇൻ റിയൽ ടൈം ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ടൈമിങ്ങിൽ തന്നെ നമുക്ക് ഇത് കൊടുക്കാനും വാങ്ങാനും കഴിയാവുന്ന രൂപത്തിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാണ്, ETF-കളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന് ലിക്വിഡിറ്റി ഒന്ന് നോക്കണം. കാരണം ആക്ച്വലി NSE-യിൽ തന്നെ അറൗണ്ട് 150ഓളം ETF-കൾ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. എങ്കിലും ലിക്വിഡിറ്റി എന്നുള്ളത് നമ്മൾ ETF ബൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ലിക്വിഡിറ്റി ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓൾറെഡി ലിക്വിഡിറ്റി ETF-കളിൽ ലിക്വിഡിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നത്തെ പോയിന്റ്, കമ്പാരിറ്റീവ്ലി ലോ റിസ്ക്. ഇൻഡെക്സ് ETF ആർ കൺസിഡേർഡ് ലെസ് റിസ്കി ഡ്യൂ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡൈവേഴ്സിഫൈഡ് സ്റ്റോക്സ്. ഇത് കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് ആണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ സ്റ്റോക്കിൽ തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ചെയ്തെങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി അതിനേക്കാളും റിസ്ക് കുറവാണ് ഇതിൽ. കാരണം ഇതൊരു ഇൻഡെക്സ് ബേസിൽ തന്നെയാണ് ഇത് പോകുന്നത്. പിന്നെ അതുപോലെ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടാണ് പോകുന്നത്. ഓൾറെഡി നമ്മളൊരു സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൽ, ഇപ്പം ഈവൺ നമ്മൾ Nifty 50യുടെ Nifty Bസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് Nifty 50യിലെ 50 കമ്പനിയിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ തന്നെ അത് ഓൾറെഡി റിസ്ക് കുറഞ്ഞു. ഒന്നാമത് Nifty 50 എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസ് ആണ്. ആ കമ്പനീസിൽ ഒന്നോ രണ്ടോ മൂന്നോ കമ്പനിയിലല്ല നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു Nifty ബീസിന്റെ ഒരു യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ 50 കമ്പനികളിലോട്ടുമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു റിസ്ക് ഓൾറെഡി വളരെ കുറഞ്ഞു എന്ന് തന്നെ പറയാം. കമ്പാരിറ്റീവ്ലി ലോ റിസ്ക് എന്ന് തന്നെ പറയാം നമുക്ക്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, an attractive vehicle to diversify your portfolio. ഡൈവേഴ്സിഫിക്കേഷൻ, ETF-ൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. പക്ഷെ അതിന് ഒന്നുകൂടെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ Nifty 50യുടെ ബീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സെക്ടറൽ ഇൻഡെക്സുകൾ ഉണ്ടല്ലോ, IT സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഓട്ടോ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫാർമ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ PSU ബാങ്ക് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നിലും ചെയ്യുമ്പോൾ അത് ശരിക്കും ഒത്തിരി വൈഡ് റേഞ്ചിൽ തന്നെ അത് ഡൈവേഴ്സിഫൈ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നത്. ഒരു പക്ഷേ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പരിമിതി ഉണ്ടാവും, ഒരു 10 സ്റ്റോക്ക് 20 സ്റ്റോക്ക്. കാരണം ഇത്രയും സ്റ്റോക്കുകൾ നമ്മൾ ഇത്രയും സ്റ്റോക്കുകളൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യണമല്ലോ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ ETF-കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ETF തന്നെ ചില സമയത്ത് 50-ലധികം സ്റ്റോക്കുകളെ കവർ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു 5-6 ETF-കളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ 6 × 50 എത്രയായി? അപ്പം ഒത്തിരി വലിയ ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് പറയുന്നത് an attractive vehicle to diversify your portfolio. അപ്പം ഇത്രയുമാണ് നമ്മൾ ആ ഒരു മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് ETF-കളെ NSE-യുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ETF-കളെ എത്ര ETF-കൾ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഗൂഗിളിൽ പോയി ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് NSE-യുടെ ഇന്ത്യയിൽ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് കണ്ടില്ല, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഇതിപ്പോ നമ്മളുള്ളത് NSE-യുടെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും NSE-യുടെ ഔദ്യോഗിക സൈറ്റിലാണുള്ളത്. അപ്പം ഈ കാണുന്നതെല്ലാം തന്നെ നമ്മളെ ETF-കളാണ്. ETF-കളെ ചാർട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അതായത് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം നമുക്ക്. മോണോ 50, ABSL, PSC, UTM, MH, KTech, CPSE, ETF ഒത്തിരി ഉണ്ട്. ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ വായിക്കുന്നില്ല, കണ്ടില്ലേ? ഇതെല്ലാം ETF-കളാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോളിയം ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോയും ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിരിക്കും. സിൽവർ ഒക്കെ കണ്ടില്ല നിങ്ങൾ? സിൽവർ ETF-കൾ, ITI ETF-കൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരുപാട് ETF-കളാണ്. ഇതെല്ലാം ETF-കളാണ്. ETF-കൾ എന്ന് പറഞ്ഞാൽ പല കമ്പനിയുടെ തന്നെ. ഇപ്പം
ദശേരിയ ബി സി. ഈ ബീസ് എന്ന് പറയുന്നതെല്ലാം നിപ്പോൺ കമ്പനിയാണ് ഇതിന്റെ AMC. AMC എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി വരുന്നത്. അത് ഈ നിപ്പോണിന് ബദലായിട്ട് HDFCൻ്റെത് വരുന്നുണ്ട്, ICICയുടേത് വരുന്നുണ്ട്, കോട്ടക്കിൻ്റെത് വരുന്നുണ്ട്, ഒത്തിരി SBIയുടേത് വരുന്നുണ്ട്. ഒരുപാട് AMC ഉണ്ട് കേട്ടോ. ഞാനിപ്പോ പേരെടുത്ത് പറയാത്ത ഒത്തിരി AMCകൾ ഉണ്ട് ഓൾറെഡി. അവരുടെയൊക്കെ തന്നെ സെയിം അണ്ടർലൈങ് അസറ്റ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മളെ നിഫ്റ്റി 50 അണ്ടർലൈങ് അസറ്റ് ആയിട്ട് നിപ്പോൺ കമ്പനിയുടെ ETF ഉണ്ട്, HDFCന്റെ ETF ഉണ്ട്, ICICന്റെ ETF ഉണ്ട്, കൊട്ടക് ബാങ്കിന്റെ ETFകൾ ഉണ്ട്, SBIയുടെ ETFകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് AMCകളുടെ ETFകൾ വരുന്നുണ്ട്. അത് ഈ ഒരു നിഫ്റ്റി 50 ബേസ് ചെയ്തുകൊണ്ട് മാത്രം. അതേപോലത്തെ നമ്മളെ ഒത്തിരി സെക്ടറുകൾ ഉണ്ട്, നമുക്ക് ഒത്തിരി കോമഡിറ്റീസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ഇതിനൊക്കെ ബേസ് ചെയ്ത് കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ETFകളാണ് കേട്ടോ. അറൌണ്ട് 115 ETFകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അറൌണ്ട് 150 ഇതെല്ലാം ETFകളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ പറ്റും. ഈ ഒരു ടാബിളിൽ എനിക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു 10 ETFകൾ, ഇത് എൻ്റെ വ്യൂ ആണ്, എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. എനിക്ക് വളരെ ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു 10 ETFകളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഈ ഓരോ ETFയിലും വൺ ടൈമിൽ നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു 1 ഇയറിന് ശേഷം ഇപ്പോൾ എത്ര ഉണ്ടാകുമായിരുന്നു, അതേപോലെ തന്നെ ഒരു 5 വർഷം മുമ്പ് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഏകദേശ കണക്കും നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പോവാം ഓട്ടോ ബീസിലാണ്. ഓട്ടോ ബീസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സ് സെക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതിന് കഴിഞ്ഞ ഒരു വർഷം 63.65% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിൽ 1 ലക്ഷം രൂപ നമ്മൾ ഒരു വർഷം മുമ്പ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ 1,63,650 രൂപ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ 5 വർഷം മുമ്പാണ് ഈ 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് 146.74% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ 2,46,740 രൂപ വരുന്നുണ്ട്. ഇനി അടുത്തത് ബാങ്ക് ബീസ് ആണ്. ബാങ്ക് ബീസ് ബാങ്കിങ് സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 17.59 ആണ് 1 ഇയറിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത് വരുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 1,17,590. അത് 5 വർഷം മുമ്പാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ 71.52% ഗ്രോത്ത്. അതായത് 1,71,520. ഇനി അടുത്തത് ഗോൾഡ് ബീസ്. ഗോൾഡ് ആണ് ഇതിന്റെ അണ്ടർലൈങ് അസറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞ ഒരു വർഷം 22.83% ഗ്രോത്ത് തന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 1,22,830 രൂപ. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 22,830 രൂപ ആണ്. കാരണം നമ്മളൊരു FDയുടെ ഒരു വർഷത്തെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? മാക്സിമം 8%, 9% നോക്കിക്കോള്. എങ്കിലും അതും ഇതും തമ്മിൽ എത്ര മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് വരുന്ന IT ബീസ് IT സെക്ടറിനെ ബേസ് ചെയ്ത് കണ്ടു വരുന്നത്. അതൊരു കഴിഞ്ഞൊരു വർഷം 29.34% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് 1,29,340. കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു സെക്ടർ കുറെ ആയിട്ട് ക്രാഷ് ആയ അല്ലെങ്കിൽ വലിയ മൂവ്മെന്റ് ഇല്ലാത്തൊരു സെക്ടറാണ് കേട്ടോ ഈ IT ബീസ്. കാരണം 31% ഉള്ളൂ ആകെ 5 വർഷത്തേക്കായിട്ട്. 1,31,000. കാരണം ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇങ്ങനെയും ചില കേസുകൾ വരാം. അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഈ പല ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ETF-ന് ഗ്രോത്ത് ഇല്ല എന്ന് കരുതിയിട്ട് അയാൾ ഇൻവെസ്റ്റ്മെന്റിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരൊറ്റ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ സംഭവിച്ചേക്കാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ 56.8% കഴിഞ്ഞ ഒരൊറ്റ വർഷം. അതായത് 1,56,800. 56,800 രൂപ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. അത് 5 വർഷത്തേക്കായിരുന്നു എന്നുണ്ടെങ്കിൽ 5 വർഷം മുമ്പായിരുന്നു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2,84,000 രൂപ. 1,84,000 രൂപ. ഇതൊക്കെയാണ് ശരിക്കും കോമ്പൗണ്ടിന്റെ മാജിക് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിന്റെ മാജിക് ആണ് ഈ കാണുന്നതെല്ലാം. ഇത് നമ്മൾ വൺ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷം രൂപ. അതല്ല, അതേ സ്ഥാനത്ത് നമ്മൾ ഓരോ മാസവും കുറേശ്ശെ നമ്മൾ SIP ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഗ്രോത്ത് ഇതിനേക്കാളും കൂടുമായിരുന്നു. ഇത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ വൺ ടൈം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മറന്നതിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ പിന്നീടൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ആ 1 ലക്ഷം രൂപയുടെ ഗ്രോത്ത് ആണ് ഈ പറയുന്നത്.
ആറാമത്തത് ജൂനിയർ ബീസ് 69. ജൂനിയർ ബീസ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 അതിന്റെ ഇൻഡെക്സ് ആണ് ജൂനിയർ ബീസ്. അത് 69.17%. കഴിഞ്ഞ ഒരു വർഷം റിട്ടേൺസ് എന്നത് 69.17. 1 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ 1,69,170. അത് 5 വർഷം മുമ്പായിരുന്നു നമ്മൾ ഈ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ 2,83,000 രൂപ ആകുമായിരുന്നു. ഇപ്പോൾ അത് നിഫ്റ്റി ബീസ്, നമ്മളെ നിഫ്റ്റി ബീസ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ETF എന്ന് തന്നെ പറയാം നമുക്ക്. നിഫ്റ്റി ബീസ് 26.87% കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത്. ഒരു വർഷത്തിന് കൊണ്ട് നമുക്ക് 1,26,870 രൂപ ഗ്രോത്ത് ആകുമായിരുന്നു. അത് കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 122% തന്നിട്ടുണ്ട്. 2,22,000 രൂപ. 5 വർഷം മുമ്പ് നമ്മൾ 1 ലക്ഷം രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 5 വർഷങ്ങൾക്ക് ശേഷം 2,22,000 രൂപ, ഡബിളിൽ അധികമായി. അടുത്തത് PSU ബാങ്ക് ബീസ്. ഇത് PSU ബാങ്ക് സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 64.8% കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ അതിന്റെ ഗ്രോത്ത്. 1,64,800 രൂപ ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 131%. അതായത് 22,31,000 രൂപയാണ് 5 വർഷം മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാവുക. പിന്നത്തെ സിൽവർ ബീസ്, സിൽവർ ആണ് അസെറ്റ്. അതിൻ്റെ എത്രയാണ് 28.73. കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത് 1,28,730 രൂപ അത് ഉണ്ടാകുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷം മുമ്പ് നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1,28,730 രൂപ ആകുമായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പാണ് നമ്മൾ ആ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1,52,370 രൂപ. അടുത്തത് ഏറ്റവും അവസാനമായിട്ടുള്ളത് ഷെരിയ ബീസ്. 27.36% കഴിഞ്ഞ ഒരു വർഷത്തെ ഗ്രോത്ത്. അതായത് 1,27,360 രൂപ ഉണ്ടാകുമായിരുന്നു. 5 വർഷം മുമ്പാണ് നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ 2,18,000 രൂപ ഉണ്ടാകുമായിരുന്നു. അപ്പം ഈ ഒരു ടാബിളിൽ നിന്ന് നിങ്ങൾക്ക് ETF ഒന്നും എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ്. കാരണം കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് നമ്മളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാണ്, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനും എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് എല്ലാവർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും വളരെ നല്ല ഒരു മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ദിസ് ഇസ് VM റഫീഖ് സൈനിങ് ഓഫ്.